നല്ല ക്രിസ്പി ആയിട്ടുള്ള പഫ്സ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ മെൽറ്റാക്കിയ നെയ്യും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം. ഇത് കൗണ്ടർ ടോപ്പിൽ ഒരു 5 മിനിറ്റ് നന്നായി കുഴച്ചെടുത്ത് മയപ്പെടുത്തി എടുക്കണം. ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് കോൺഫ്ലോർ മിക്സ് ഉണ്ടാക്കണം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത് നല്ലപോലെ കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം. ഇവിടെ സ്മൂത്ത് പേസ്റ്റാക്കി ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. 3 മുട്ട പുഴുങ്ങിയെടുക്കുക. നമുക്ക് മസാല ഉണ്ടാക്കാം. ഇതിനു വേണ്ടി പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 3 വലിയ സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. 7-8 ബോൾസാക്കി വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇനി കോൺഫ്ലോർ മിക്സ് നന്നായിട്ട് തേച്ച് കൊടുക്കണം. വീണ്ടും ചപ്പാത്തി വെക്കണം. എന്നിട്ട് വീണ്ടും കോൺഫ്ലോർ മിക്സ് നന്നായിട്ട് പിശുക്കില്ലാണ്ട് തേച്ച് കൊടുക്കണം. ഇതേപോലെ ചപ്പാത്തിയും അതേപോലെ കോൺഫ്ലോർ മിക്സും തീരുന്നത് വരെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇനി അവസാനം മുകളിലായിട്ട് മൈദ വിതറി നന്നായിട്ട് കുറച്ചും കൂടി വലിപ്പത്തിൽ പരത്തിയെടുക്കണം. പരത്തിയതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കോൺഫ്ലോർ മിക്സ് നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കിയെടുക്കണം. ഇതിൻ്റെ മീതെയും കോൺഫ്ലോർ മിക്സ് നന്നായിട്ട് തേച്ച് മറ്റേ ഭാഗവും മടക്കി ഇതിൻ്റെ മുകളിലായി വരുന്ന രീതിയിൽ വെക്കുക. ഇനി വീണ്ടും കോൺഫ്ലോർ മിക്സ് തേച്ച് കൊടുക്കണം. എന്നിട്ട് താഴെ നിന്നും മുകളിലേക്ക് മടക്കി ആ ഭാഗത്തും കോൺഫ്ലോർ മിക്സ് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. ഇനി മുകളിൽ നിന്നും താഴേക്ക് മടക്കുക. ഇപ്പോൾ സ്ക്വയറായിട്ട് കിട്ടി. ഇനി സ്ക്വയറായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബലം കൊടുക്കാണ്ട് പരത്തണം. ബലം കൊടുത്താൽ ലെയർ നന്നായിട്ട് വിട്ട് കിട്ടില്ല. ഇനി എക്സ്ട്രാ ഭാഗമെല്ലാം കട്ട് ചെയ്ത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ 9 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. എല്ലാം ഒരേ അളവാവാൻ ശ്രദ്ധിക്കുക. ഇനി ഒരെണ്ണം എടുത്ത് അല്പം വെള്ളം തടവി കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെള്ളം തടവണം, സൈഡിലാവണ്ട. അല്പം കുറച്ച് മുകളിലായിട്ടാണ് വെള്ളം തടവി കൊടുക്കേണ്ടത്. ഇനി മസാല വെച്ചിട്ട് മുട്ടയും വെച്ച് കോണോട് കൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വെള്ളം തടവിയ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നന്നായിട്ട് പ്രസ്സാക്കി എടുക്കണം. അപ്പോൾ സൈഡിൽ നിന്നും കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ പ്രസ്സാക്കി എടുത്തത്. സൈഡ് ഭാഗം എല്ലാം പ്രസ്സാക്കിയാൽ ലെയർ വിട്ട് കിട്ടില്ല. ഇനി ചൂടായി കിടക്കുന്ന ഓയിലിട്ട് വളരെ ചെറിയ തീയിൽ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കുക. അപ്പോൾ പപ്സ് റെഡി.